ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ കൂന്തലാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു 7 കൂന്തലാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തലഭാഗവും ഇതിൻ്റെ ചിറകൊക്കെ വേറെ തന്നെ മാറ്റി വെക്കണം. അത് നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ്. കഴുകി വെച്ച കൂന്തൽ നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 20 എണ്ണം ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി നല്ലതുപോലെ ഒന്ന് വാട്ടിയിട്ടെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയിട്ടെടുക്കാം. ഇപ്പോൾ ഉള്ളി നല്ലതുപോലെ തന്നെ വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ടാക്കിയതും ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ടാക്കിയതും ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളകും വെളുത്തുള്ളി നല്ലതുപോലെ വാടി വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കൂന്തൽ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചിറകും മറ്റു ഭാഗങ്ങളും ചെറുതാക്കി കട്ടാക്കിയതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂന്തലിൻ്റെ തലഭാഗം വേറെ തന്നെ മാറ്റി വെക്കണം കേട്ടോ. അതിപ്പോൾ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലെ കൂന്തലൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ്. ഇനി ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഒരു 1/4 കപ്പിൽ കുറച്ചധികം തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. തേങ്ങ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി, ഓവറായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണ്ട. ഇതിപ്പോൾ ഇവിടെ കൂന്തൽ നിറച്ചതിൻ്റെ ഫില്ലിങ്ങിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഫില്ലിങ്ങിന്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് കൂന്തലിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ കൂന്തലും എടുത്ത് അതിലേക്ക് ഇതുപോലെ ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കാം. ഫില്ലിങ് നിറച്ച് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കരുത്, ഒരു 1/4 ഭാഗത്തോളം മാത്രം മതി കേട്ടോ നിറച്ച് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് സ്റ്റീം ചെയ്തിട്ടെടുക്കുന്നതാണ്. ആ സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കരുത് എന്ന് പറയുന്നത്. ഇതുപോലെ ചെറിയ സ്പൂൺ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ ചെറിയ സ്പൂണില്ലാന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ സ്പൂണിൻ്റെയൊക്കെ ബാക്ക് സൈഡിലെ ഭാഗത്തോടെ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതിലെല്ലാം കൂടി ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ കൂന്തലിൻ്റെയൊക്കെ തലഭാഗമാണ്. ഇനി ഇത് കുത്തിക്കൊടുക്കാൻ ഇതുപോലെ ടൂത്ത് പിക്കും കൂടി വേണം കേട്ടോ. ഇനി ഓരോ കൂന്തലെടുത്തും അതിലേക്ക് ഇതുപോലെ ഒന്ന് തല വെച്ച് കൊടുക്കാം. എന്നിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി കൊടുക്കാം. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും, പക്ഷേ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്കിത് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഇതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു സ്റ്റീമർ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴേക്കും കൂന്തലിൻ്റെയൊക്കെ സൈസൊക്കെ നല്ലതുപോലെ തന്നെ ചെറുതായിട്ടുണ്ട്, നല്ലതുപോലെ തന്നെ കുക്കായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഇതുപോലൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ചെറിയൊരു പീസ് തക്കാളി ചെറുതായി കട്ടാക്കി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം.
ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചൂടായ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇതിൽ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. അതുവരെ ഒരു 2 മിനിറ്റ് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം മുളകിൻ്റെയൊക്കെ ചെറുതായിട്ടൊക്കെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കൂന്തലൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ കൂന്തൽ ഈ മസാലയിലേക്ക് നല്ലതുപോലെ തന്നെ കോട്ടായിട്ട് കിട്ടണം. അതുവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രെൻഡിങ് ആയിട്ടുള്ള കൂന്തൽ നിറച്ചത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.